നമസ്കാരം. പശ്ചിമേഷ്യയുടെ മണ്ണ് ഇന്ന് വെറും ഒരു മരുഭൂമിയല്ല, മറിച്ച് ലോകത്തെ എരിതിയിലാക്കാൻ ശേഷിയുള്ള ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നാം നിൽക്കുന്നത്. ഒരറ്റത്ത് അത്യാധുനിക ആയുധ ബലവും സാമ്പത്തിക മേധാവിത്വവുമായി ലോക പോലീസാകാൻ ശ്രമിക്കുന്ന അമേരിക്ക, മറുഭാഗത്ത് സ്വന്തം സംസ്കാരത്തിലും ആത്മവിശ്വാസത്തിലും ഉറച്ചുനിന്ന് സാമ്രാജ്യത്വത്തോട് സന്ധിയില്ലാതെ പൊരുതുന്ന ഇറാൻ. ചരിത്രം സാക്ഷിയായ ഈ മഹാശത്രുതയുടെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ബാക്കിയാവുന്നുണ്ട്. ആരാണ് ശരി? തങ്ങളുടെ ആധിപത്യത്തിന് ഭീഷണിയായ ഒരു ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയാണോ ശരി? അതോ വിദേശ ശക്തികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ പകരത്തിന് പകരമെന്ന നയം സ്വീകരിക്കുന്ന ഇറാനാണോ ശരി? ഇത് വെറും രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം മാത്രമല്ല. 1953 ഇറാൻ ജനത ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഭരണകൂടത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA അട്ടിമറിച്ച് അന്ന് തുടങ്ങിയതാണ് ഈ പകയുടെ ചരിത്രം. ഒരു ജനതയുടെ സ്വയം നിർണയ അവകാശത്തെ ചവിട്ടിമതിച്ച അമേരിക്കയാണോ അന്ന് തെറ്റുകാരൻ? അതോ 1979 എംബസി പിടിച്ചെടുത്ത് നയതന്ത്ര മര്യാദകൾ ലംഘിച്ച ഇറാൻ വിപ്ലവകാരികളോ? എന്താണ് ഇവർ തമ്മിലുള്ള കുടിപ്പകയുടെ കാരണം? നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഏത് രാജ്യത്തിന്റെ നയങ്ങൾക്കൊപ്പമാണ് നിങ്ങളുള്ളത്? എന്തായാലും കമന്റ് ചെയ്യും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇന്നത്തെ ശത്രുത വെറും പെട്ടെന്നുള്ള പൊട്ടിത്തെറിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ നാടകത്തിന്റെ തുടർച്ചയാണ്. പശ്ചിമേഷ്യയിൽ ഇന്ന് നാം കാണുന്ന സംഘർഷങ്ങൾക്കും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്കും പിന്നിൽ 1953 മുതൽ തുടങ്ങുന്ന വലിയൊരു ചരിത്രമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറാനിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദിഖ് എന്ന പ്രധാനമന്ത്രി തങ്ങളുടെ രാജ്യത്തെ എണ്ണ കമ്പനികളെ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചതോടെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അന്ന് ഇറാനിലെ എണ്ണ സമ്പത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന ബ്രിട്ടന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഇടപെട്ട് മൊസാദിഖിനെ പുറത്താക്കുകയും ഷാ മുഹമ്മദ് റേസ പഹ്ലവിയെ അധികാരത്തിലേറ്റുകയും ചെയ്തു. പാശ്ചാത്യ അനുകൂലിയായ ഷായുടെ ഭരണം ഇറാന്റെ സാംസ്കാരിക തനിമയെ തകർക്കുന്നുവെന്നും അദ്ദേഹം അമേരിക്കയുടെ വെറും ഒരു കളിപ്പാവയാണെന്നും ഒരു വിഭാഗം ഇറാനികൾ അന്ന് വിശ്വസിച്ചിരുന്നു. ഇതിന്റെ ഫലമായാണ് 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വിപ്ലവം ഷായെ പുറത്താക്കുക മാത്രമല്ല, അമേരിക്കയെ മഹാശൈത്താൻ എന്ന് വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രധാന ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ഇറാനിയൻ വിദ്യാർത്ഥികൾ പിടിച്ചെടുക്കുകയും 52 അമേരിക്കക്കാരെ 444 ദിവസത്തോളം തടവിലാക്കുകയും ചെയ്തത് അമേരിക്കയ്ക്ക് വലിയൊരു അപമാനമായി മാറി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എന്നേക്കുമായി മുറിഞ്ഞു. 80കളിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെ പിന്തുണച്ചതും ഇറാന്റെ യാത്രാ വിമാനം അമേരിക്കൻ യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടതും ഈ കൈപ്പേറിയ ബന്ധത്തെ കൂടുതൽ വഷളാക്കി. പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ ഇറാന്റെ ആണവ പദ്ധതിയാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഇറാൻ അണുബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് അമേരിക്ക ആരോപിച്ചപ്പോൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് തങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ഇറാൻ വാദിച്ചു. 2015 ഒബാമ സർക്കാരിന്റെ കാലത്ത് ഒരു ആണവ കരാർ ഒപ്പിട്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയും ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തെങ്കിലും അമേരിക്കയോടുള്ള അവരുടെ വാശി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെയാണ്. ലെബനനിലെ ഹിസ്ബുള്ള, ഗസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ എന്നിവർക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സൈനിക സഹായം ഈ മേഖലയിലെ അമേരിക്കയുടെ താൽപര്യങ്ങളെയും സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും നേരിട്ട് ബാധിക്കുന്നു. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇറാന്റെ വിദേശ നയം അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കൂടാതെ ചൈനയും റഷ്യയുമായി ഇറാൻ പുലർത്തുന്ന അടുത്ത ബന്ധം ലോകക്രമത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് അമേരിക്ക കരുതുന്നു. ഗസയിലെ യുദ്ധം തുടങ്ങിയതോടെ ഈ ശത്രുത അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുന്നതും തിരിച്ച് അമേരിക്ക തിരിച്ചടിക്കുന്നതും ഈ മേഖലയെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളും പാശ്ചാത്യ ശക്തികളെ മേഖലയിൽ നിന്ന് തുരത്താനുള്ള ഇറാന്റെ പോരാട്ടവുമാണ് ഇന്ന് നാം കാണുന്ന ഈ വിട്ടുമാറാത്ത ദേഷ്യത്തിന്റെ അടിസ്ഥാനം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത 2020 ശേഷം കൂടുതൽ അപകടകരമായ ഒരു തലത്തിലേക്കാണ് വളർന്നത്. ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം ഇറാൻ തിരിച്ചടിച്ചത് ഇറാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ്. നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നിച്ചെങ്കിലും ഇരു രാജ്യങ്ങളും അന്ന് സംയമനം പാലിച്ചു. എന്നാൽ സമാധാനം എന്നത് വെറുമൊരു തോന്നൽ മാത്രമായിരുന്നു. ജോ ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ 2015 ആണവ കരാറിലേക്ക് മടങ്ങാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇറാന്റെ വർദ്ധിച്ചു വരുന്ന യുറേനിയം സമ്പുഷ്ടീകരണവും അമേരിക്കയുടെ കടുത്ത നിബന്ധനകളും കാരണം ആ ചർച്ചകൾ പാതി വഴിയിൽ നിലച്ചു. ഇതിനിടയിൽ ഇറാൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലും ഡ്രോൺ നിർമ്മാണത്തിലും വലിയ മുന്നേറ്റം നടത്തി. ഇത് അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും കൂടുതൽ പ്രതിരോധത്തിലാക്കി. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ ഈ ശത്രുതയ്ക്ക് പുതിയൊരു ആഗോള മാനം കൈവന്നു.
റഷ്യക്ക് ഇറാൻ ചാവേർ ഡ്രോണുകൾ നൽകുന്നു എന്ന ആരോപണം അമേരിക്ക ശക്തമായി ഉന്നയിച്ചു. ഇത് ഇറാനെ കേവലം ഒരു പ്രാദേശിക ശത്രു എന്ന നിലയിൽ നിന്ന് അമേരിക്കയുടെ ആഗോള താൽപര്യങ്ങളെ തകർക്കുന്ന ഒരു ശക്തിയായി വളർത്തി. ഇതിന് മറുപടിയായി അമേരിക്ക ഇറാനിലെ വിപ്ലവ ഗാർഡുകൾക്കും ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇറാന്റെ എണ്ണക്കപ്പലുകൾ കടലിൽ തടയുന്നതും പകരമായി ഇറാൻ വിദേശ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ഒരു നിത്യ സംഭവമായി മാറി. ഇറാന്റെ ഉള്ളിൽ നടന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെ അമേരിക്ക പരസ്യമായി പിന്തുണച്ചപ്പോൾ സ്വന്തം രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഈ സംഘർഷം അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലാണ്. ഹമാസിനെ ഇറാൻ സഹായിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്നതും ഇറാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അമേരിക്ക ആരോപിക്കുന്നു. ഇതിന് തിരിച്ചടിയായി യമനിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. തങ്ങളെ വളയാൻ ശ്രമിച്ചാൽ ഇസ്രായേലിനെ മാത്രമല്ല മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെയും തകർക്കുമെന്നാണ് ഇറാൻ നൽകുന്ന താക്കീത്. അമേരിക്കയാകട്ടെ ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും തങ്ങളുടെ സൈനിക സാന്നിധ്യം പശ്ചിമേഷ്യയിൽ വർദ്ധിപ്പിക്കുകയാണ്. നയതന്ത്രത്തിന് പകരം സൈനിക ശക്തിയും സാമ്പത്തിക യുദ്ധമുറകളും പരസ്പരം പയറ്റുന്ന രീതിയാണ് ഇപ്പോൾ രണ്ടു രാജ്യങ്ങളും പിന്തുടരുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ള സൈനിക താവളങ്ങളുടെ വലിയൊരു ശൃംഖല ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ചുറ്റും നിൽക്കുന്ന ശത്രു സൈന്യത്തിന് തുല്യമാണ്. ഇറാന്റെ അതിർത്തികൾക്ക് തൊട്ടടുത്തായി ഇത്രയധികം സൈനിക സാന്നിധ്യം അമേരിക്ക നിലനിർത്തുന്നത് ഇറാനെ പ്രതിരോധത്തിലാക്കാനും മേഖലയിലെ എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണം ഉറപ്പാക്കാനും വേണ്ടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 10,000-ലധികം അമേരിക്കൻ സൈനികർ തങ്ങുന്ന ഈ താവളം മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രമാണ്. ഇറാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ താവളത്തിൽ നിന്നുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഇറാനിയൻ സൈന്യത്തിന്റെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ ബഹ്റൈനിലെ US നേവിയുടെ 5ാം കപ്പൽ പടയുടെ സാന്നിധ്യം ഇറാന് വലിയ വെല്ലുവിളിയാണ്. പേർഷ്യൻ കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ ഈ കപ്പൽ പട പ്രധാന പങ്ക് വഹിക്കുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാതയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ അത് തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കുവൈറ്റ്, UAE, ജോർദാൻ എന്നിവിടങ്ങളിലും അമേരിക്കയ്ക്ക് ശക്തമായ സൈനിക താവളങ്ങളുണ്ട്. ഇറാഖിലും സിറിയയിലും നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ നീക്കങ്ങളെ തടയാൻ നിരന്തരം ശ്രമിക്കുന്നു. ഇതിനെതിരെ ഇറാൻ സ്വീകരിക്കുന്ന പ്രധാന തന്ത്രം ഈ താവളങ്ങളെ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിക്കുക എന്നതാണ്. തങ്ങളെ ആക്രമിച്ചാൽ മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ കേന്ദ്രങ്ങളും തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ സൈനിക വിന്യാസത്തിന് മറുപടിയായി ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും ഡ്രോൺ കരുത്തും വർദ്ധിപ്പിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള സ്വാം ആക്രമണ രീതിയാണ് ഇറാൻ വികസിപ്പിച്ചിരിക്കുന്നത്. അടുത്തിടെയായി ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഈ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അമേരിക്ക തങ്ങളുടെ താവളങ്ങളിലൂടെ ഇറാനെ വളയുമ്പോൾ ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷികളിലൂടെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. ഈ ഒരു ചെസ് കളിയാണ് പശ്ചിമേഷ്യയെ എപ്പോഴും യുദ്ധഭീതിയിൽ നിർത്തുന്നത്. സൈനിക താവളങ്ങളുടെ ഈ സാന്നിധ്യം മേഖലയിലെ അറബ് രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ സംരക്ഷണം വേണമെങ്കിലും ഇറാന്റെ പ്രകോപനമേൽക്കാൻ അവർ ഭയപ്പെടുന്നുണ്ട്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.